സന്ദീപ് 2 വാപ്പാരായിരുന്നു ഇതിന് നാഷണൽ ഹൈവേക്ക്. ഇപ്പൊ ഒരു വാപ്പിയില്ല. ഇപ്പൊ ഒരു വാപ്പിയില്ല. നിങ്ങൾ ആലോചിക്കും, 2 വാപ്പാരുണ്ടായിരുന്നു. ഒന്ന് മോദി, ഒന്ന് പിണറായി. എന്താ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 26,000 കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി അസംബ്ലിയിൽ ഇങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിലിങ്ങനെ പറയുന്നു. ഇപ്പൊ എന്താ കാര്യമുള്ളത്? ഇന്നിപ്പോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, നിങ്ങളാവൂല, ഇനി ഇത് അപ്പുറമല്ല. നിങ്ങൾ ആലോചിക്കണം, മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ദീപ് പറഞ്ഞല്ലോ, കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ. എവിടെ? പാടത്ത്. മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാണ്. അതന്നെയാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, ഇതിമ നിൽക്കൂല, ഇതിമ നിൽക്കൂല. കാരണം എന്താ, ഒരു ബെൽറ്റ് കൂടി ഇല്ല. സാധാരണ നമ്മളത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാൽ ഒരു ബെൽറ്റ് കൊടുക്കും, അതും ഇല്ല. അങ്ങനെയാണ് കെട്ടിയേക്കാണ്. നിങ്ങളത് പോയി നോക്കണ്ടേ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ കോഴിക്കോട് ജില്ലന്റെ അവിടുന്ന് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് എലത്തൂർ കഴിഞ്ഞ് മലപ്പുറം ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ പാലം ഇല്ല. 1-2 പാലേ കൊടുത്തുള്ളൂ. അന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് പാലാണ് നല്ലത് പറഞ്ഞത്. ഇപ്പൊ എല്ലാം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആരും ഇല്ല. പിന്നെ എല്ലാത്തിന്റെ ഉദ്ഘാടനം എങ്ങനെ? മന്ത്രിമാര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങളറിയോ, തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് 67 കോടി കൊടുത്തു. PWD ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. അവസാനം PWD മന്ത്രിക്കാണ് ഉദ്ഘാടകൻ. മന്ത്രി MP രാജേഷാണ് ഇന്നുണ്ട് മാറിയത്. ഞങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ പാർട്ടിക്കാരൻ്റെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളെ ഐക്യമൊന്നും പറയണ്ട. ഒക്കെ 100 കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ 100 കോടി രൂപയാണ് ദൂർത്ത്. എന്താ കിട്ടിയത്? ഞാൻ ചോദിക്കട്ടെ, നവ കേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരീക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയോ? അപ്പൊ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയണം, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും. പക്ഷെ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യത്തിനുള്ളിൽ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്കാ ഗാന്ധിയോട് മത്സരിച്ചല്ലോ, എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എന്ത്? 4,10,000 വോട്ടിനാണ് ജയിച്ചപ്പോൾ. ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് BJP നിന്നിട്ട് പോകുന്നു. അതുപോലെ തന്നെ CPM വയനാട്ടിൽ പരാജയപ്പെട്ടു, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പാലക്കാട് 18,000 വോട്ട് പരാജയപ്പെട്ടു. ഞാനങ്ങനെ ആരോഗ്യം പഠിച്ച നമ്പൂരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കും STPക്കും എവിടുന്ന ഇത്രയും വോട്ട് ചെയ്തിട്ടുള്ളൂ. വേറൊരു പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിങ്ങനെ പറയാം, ഇങ്ങനെ അത് അന്തല്ലാതെ കമ്മികൾ ഇങ്ങനെ തൊള്ളിയിൽ നോക്കിയാൽ അത് ഇങ്ങനെ പൊട്ടിപ്പാടി നടക്കുകയും ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 18,000 വോട്ട് പാലക്കാട് ജയിച്ചു. 4,10,000 വോട്ടിന് 63% പോളിംഗ് ഉണ്ടായപ്പോൾ എവിടെ ജയിച്ചു? ഇവിടെ പ്രിയങ്കാ ഗാന്ധി ജയിച്ചു. എന്നിട്ടാണ് ഈ പറയണത്. അപ്പൊ നമ്മള് വളരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നാല് നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു പ്രകടനം, ഒരു ശക്തി ഉണ്ട്. നിങ്ങൾ ആവശ്യമായിരുന്നു. ഞാൻ നിങ്ങളോട് എതിമിനോടൊക്കെ എപ്പോഴും പറയണതാണ്, നിങ്ങളൊന്ന് ഉഷാറായിട്ട് പറയും. നിങ്ങൾക്ക് നന്നായി. കാരണം എന്താ പറയുക, നിങ്ങൾ ഏറ്റവും വലിയൊരു അജയ ശക്തിയാണ് ഇടവണ്ണയിൽ എന്നുള്ളത് തെളിയിച്ച ഒരു പ്രകടനമായി മാറുന്നത്. എനിക്ക് കോൺഗ്രസ് ശക്തിപ്പള്ളിയിൽ വളരെയധികം സന്തോഷമുള്ള ആളാണ്. പാർട്ടി വളരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് ഉണ്ടായി ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മ. എല്ലാവരും ഉഷാറായിട്ട് പോകണം. ഈ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയാണ് നിശ്ചയിക്കും. ഞാൻ അതിനാരും തന്നെയാണ് നിർവഹിച്ചും വേണ്ട. ഞാൻ അപ്പൊ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അത് ജയിച്ചിട്ട് അത് പോരും വേണം. അല്ലാതെ നേരത്തെ ഓരോന്നും ഉടന്തിരിഞ്ഞ് നിൽക്കും. ഞാൻ അപ്പുറത്തേക്കാണ് പോകും. അത്യാവശ്യം ഒന്ന് പോയ മാതിരി പിന്നെ ഒറ്റ ഒന്നിനും കാണില്ല. അതുകൊണ്ടൊന്നും പറ്റും. ഉഷാറായിട്ട് നിൽക്കണം.